ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അതെ, ഷേവ് ചെയ്ത് ചിരിച്ച നന്നായിട്ട് നല്ലോണം ചിരിച്ചോ കേട്ടോ. ചിരിച്ചു കഴിയുമ്പോൾ പറയണേ, അത് കഴിയുമ്പോൾ ബാക്കി കാര്യം ഞാൻ പറയാം. അപ്പോൾ സിനിമയുടെ പേര് ഗഗനാചാരി എന്നാണ്. സിനിമ കഴിഞ്ഞ വർഷം റിലീസാക്കാൻ ഞാൻ ഐ വാസ് വൺ ഓഫ് ദ ഫ്യൂ വെരി എന്താ പറയുക ലക്കി ആയിട്ടുള്ള വൺ ഓഫ് ദ പീപ്പിൾ ഹൂ ക്യാൻ സീ ദിസ് മൂവി കുറച്ച് നിങ്ങളുടെ നേരത്തെ. ആൻഡ് ലവ് ദിസ് മൂവി. എനിക്ക് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയിൽ ഇതിൻ്റെ കപ്പിത്താൻ്റെ അടുത്താണ്. ദ ഡയറക്ടർ ഓഫ് ദിസ് മൂവി ഈസ് അരുൺ ചന്തു ബ്രോ. നിൻ്റെ കയ്യിൽ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നീ വേറെ പലതും കാണിച്ചേനെന്ന് എനിക്ക് മനസ്സിലായി. അവനെ നമിക്കണോടെ. അത് എനിക്ക് എങ്ങനെ അത് പറയണമെന്ന് അറിഞ്ഞിട്ട്. ബിക്കോസ് AI-ൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിലും സിനിമയിലെ വിഷ്വൽ എഫക്ട്സിന് ചെയ്തതൊക്കെയാണ്. ഇപ്പോൾ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ആയിട്ടുള്ളൊരു കേരളം കാണിക്കുന്നുണ്ട്. അവൻ്റെ ഒരു വിഷനുണ്ട്. നമുക്കൊരു ഡിസ്ട്രിക്ട് 9 ഒക്കെ കാണുന്ന പോലത്തെ, നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള സിനിമയായിരിക്കും. ഡിസ്ട്രിക്ട് 9 എന്നൊരു പടമുണ്ട്. ആ പടമൊക്കെ കാണുന്ന പോലെ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. അതായത് ഒരു പോർട്ടലും അതും ഏലിയൻസും അതിൻ്റെ കുറേ കാര്യങ്ങളും. ആ കൊടുത്ത കാശിന് അവൻ അത്രയും ചെയ്തു എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയൊരു ടാലൻ്റാണ്. അത് എനിക്കൊന്നും പറയാനില്ല. ഐ വാസ് ലൈക്ക് ബ്ലഡി ഡാം ഇംപ്രസ് മാൻ. അബ്സല്യൂട്ട്ലി സൂപ്പർ. ഒന്നും എനിക്ക് ഞാൻ പറയും, ഇതിൽ ഈ സിനിമ നമുക്ക് അതിനെ മറ്റേ വെട്ടി മുറിക്കാൻ അങ്ങനെയൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ബിക്കോസ് നിങ്ങൾക്കത് മനസ്സിലാവും. ഇങ്ങനെ ഒരു ജോണർ പടം വിത്ത് അവർ ഇൻഡസ്ട്രി ഇറ്റ്സ് അൺഇമാജിനബിൾ. ഈവൻ സൂപ്പർ ഹീറോ മൂവി, ബേസിൽ ജോസഫിന് ഒരു കുഞ്ഞിരാമായണവും ഒരു ഗോതയും വേണ്ടി വന്നു ഒരു സൂപ്പർ ഹീറോ മൂവി എടുക്കാനായിട്ട്. അത് അവിടെ സോഫിയ പോളിൻ്റെ മകൻ, എനിക്ക് കെവിൻ എന്ന് പറഞ്ഞ ബ്രോനെ അറിയാം. പുള്ളി ഭയങ്കര ഒരു സൂപ്പർ ഹീറോ ഫാനാണ്, ഒരു സൂപ്പർ കോമിക് ബുക്ക് ഗീക്കാണ്. അപ്പോൾ പുള്ളിയുടെ ഇതൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കൊരു എക്സൈറ്റ്മെൻറ്റ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു സിനിമ നമ്മളെ നാട്ടിലുണ്ടായത്. അതേപോലെ തന്നെയാണ് ഞാൻ ഇവൻ ആദ്യമേ എനിക്കിത് തന്നെ ചെയ്യണം എന്നുണ്ട്. ആ ഒരു ധൈര്യം ഉണ്ടല്ലോ എവിടെ, അതിനെ എൻകറേജ് ചെയ്യണം വിത്ത് ഞാൻ ഈ സിനിമ നമുക്ക് വേണമെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ജോണറിലോട്ട് നമുക്ക് വേണമെങ്കിൽ സിനിമയെ തട്ടാം. ബിക്കോസ് ഇപ്പോൾ ചിലവർ ചോദിക്കുക സൂപ്പർ ഹീറോ ജോണർ, ഇത് സൈഫൈ പടമല്ലേ? സൂപ്പർ മാൻ എന്ന് പറയുന്ന വ്യക്തി ക്രിപ്റ്റനൈറ്റ് എന്ന് പറഞ്ഞ പ്ലാനറ്റിൽ നിന്ന് വരുകയും ഇവിടുത്തെ സണ്ണ് നല്ല പവർഫുൾ ആയതുകൊണ്ട് ഹീ ക്യാൻ അബ്സോർബ് ദ സൺസ് പവർ ആൻഡ് ഹീ ക്യാൻ മാനിപ്പുലേറ്റ് ദ ഗ്രാവിറ്റി ആൻഡ് ഓൾ ദോസ് തിങ്സ്. ദാറ്റ്സ് ഹൗ സൂപ്പർമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. സോ സൂപ്പർമാൻ ഈസ് ഇവൻച്വലി ആൻ ഏലിയൻ. അപ്പോൾ ഇതിലും അനാർക്കലി മരക്കാരൻ്റെ ഒരു ക്യാരക്ടർ, ഷീ ഈസ് എൻ ഏലിയൻ ആൻഡ് ഷീ ഹാസ് സം കൈൻഡ് ഓഫ് സൂപ്പർ പവേഴ്സ്. അത് എൻഡിങ്ങിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതല്ല, നിങ്ങൾക്കിതൊരു സൈഫൈ പടമായിട്ട്, നമ്മുടെ നാട്ടിൻ്റെ ഒരു സൈഫൈ പടം എന്നുള്ളതെങ്കിൽ നമുക്ക് അങ്ങനെ കാണാം. നിങ്ങൾക്ക് ഈ സിനിമ ഒരു സ്പൂഫ് പടമായിട്ട് കാണാം. കുറേ അവൻ്റെ ഒരു പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ബ്രില്യൻറ്റ് മൂവി. ആൻഡ് ഗണേഷ് ഏട്ടൻ വേറെ ലെവലായിരുന്നു. പുള്ളി സൂപ്പറായിരുന്നു. അജു വർഗീസ്, ഗോകുൽ സുരേഷ്, അനാർക്കലി, ഹാറ്റ്സ് ഓഫ്. ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ച് ഡേറ്റ്സ് കൊടുത്തതിന് നിങ്ങൾക്കൊരു വലിയ സല്യൂട്ട്. ഇതുപോലത്തെ ഫിലിം മേക്കേഴ്സ് വരണോടെ. നമുക്ക് പുതിയ കാര്യങ്ങൾ കാണണമെങ്കിൽ പുതിയ പിള്ളേർക്ക് അവസരം കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെയൊക്കെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം എത്ര നാളെന്ന് പറഞ്ഞിരിക്കും. ഇപ്പം തന്നെ ഫോർ എക്സാമ്പിൾ കൽക്കി എന്ന സിനിമ, ഞാൻ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ അതിൻ്റെ ട്രെയിലർ എന്തൊരു വേൾഡ് ബിൽഡിങ് നമ്മളൊക്കെ തമാശയ്ക്ക് ഇതിന് സ്റ്റാർ വാർസ് എന്നും ഡ്യൂണെന്നും ഒക്കെ പറയും. പക്ഷേ അങ്ങനെ കമ്പയർ ചെയ്യുന്ന അളവിലോട്ട് അവൻ അതിനെ എത്തിച്ചെങ്കിൽ അവനെ ഹാറ്റ്സ് ഓഫ് എന്ന് തന്നെ പറയണം. അതാണ് ഐ ഹാവ് ഹ്യൂജ് എക്സ്പെക്ടേഷൻ ഓൺ കൽക്കി. അയ്യോ, എനിക്ക് ഭയങ്കര രസമായിട്ട് വെച്ചേക്കുന്ന സിനിമയായിട്ടാണ് കൽക്കി ഫീൽ ചെയ്യുന്നത്. ലെറ്റ്സ് വെയിറ്റ്. 27-ാം തീയതി എന്തായാലും കാണാം, 26-ാം തീയതി സോറി. ബട്ട് ലൈക്ക് ഐ സെഡ്, അങ്ങനെ ആ പയ്യനെ വിശ്വസിച്ച് കാശ് മുടക്കാൻ ഒരു ഇൻഡസ്ട്രി ഉള്ളത് കൊണ്ടാണ് കൽക്കി പോലത്തെ ഒരു പടം വരുന്നത്. ബിക്കോസ് അറിയില്ല, കഴിവില്ലാത്തവന്മാർക്ക് കാശ് കൊടുത്തത് ഞങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെ, ഞാൻ അതിനെപ്പറ്റി പറയാനില്ല. അതേപോലെ നമ്മളെ നാട്ടിൽ തന്നെ ഈ ഗിർ എന്നൊക്കെ പറഞ്ഞ സാധനം, ഞാൻ പറയുന്നത് ആ ഒരു ടെറിട്ടറിയിൽ ഒന്നെങ്കിൽ അതിനെപ്പറ്റി അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയണം. അല്ലാതെ വെറുതെ ഇങ്ങനെ സിംഹം, കടുവ, ഗ്രീൻ സ്ക്രീന് മാറ്റെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒട്ടും ഞാൻ ആ സിനിമയെ പറ്റി ഞാൻ പറയുന്നില്ല. എനിവേസ് വാട്ട് എവർ, ദിസ് മൂവി ഈസ് സോ ഡാം ഗുഡ്. ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ ഞാൻ ഇതൊരു കംപ്ലീറ്റ്ലി ഒരു പെർഫെക്റ്റ് മൂവിയൊന്നും അല്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് ബ്ലോൺ ആവുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഒരു സൈഫൈ മൂവി എന്നുള്ള ഒരു ജോണർ വെച്ച് നോക്കുമ്പോൾ, മാൻ, ദിസ് ഗൈ
അരുൺ ചന്തു ഡിസേർവ്സ് ഓൾ ദ പ്രൈസസ്. അതുമാത്രമല്ല ദ ഹോൾ ടീം ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിനായക അജിത്തും കൃഷ്ണാനന്ദ് എന്ന് പറയുന്ന ആളുമാണ്. വിനായക അജിത്തിന് ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. അതുപോലെ സിനിമാറ്റോഗ്രഫി ബൈ സുർജിത് എസ് പൈ എന്ന് പറയുന്ന ആളാണ്. നല്ല രീതി തന്നെ എടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്തിരിക്കുന്നത്, എഡിറ്റിങ്ങിന് നല്ല ഇത് കൊടുക്കുന്നുണ്ട്. CJ അച്ചുവും അരവിന്ദ് മന്മഥൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ബൈ നമ്മുടെ ശങ്കർ ശർമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയ് ഗണേശൊക്കെ പുള്ളിയാണ് ചെയ്തത്. പിന്നെ നമുക്ക് വിഷ്വൽ ഇഫക്ട്സ് ചെയ്തിരിക്കുന്നത് വിനീഷ് നകുലൻ. ഗംഭീരം. അതിൽ നമ്മുടെ കൊച്ചിയിലെ ചെറിയ രീതിയിൽ കാണിക്കുന്നുണ്ടോ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് അവർ ആ സ്റ്റോക്ക് ഇമേജസിനെയും സ്റ്റോക്ക് വീഡിയോസിന് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നതാണെങ്കിലും AI ആയിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും അല്ലെങ്കിൽ AI ആയിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ആണെങ്കിലും അവർ ആ എഡിറ്ററും കൂടെയൊക്കെ വെച്ച് അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മളെ ആ ഒരു ലോകത്തിലോട്ട് അവർ അങ്ങനെ എത്തിക്കുക എന്ന് പറയുന്നതിലാണ് കഴിവ്. അത് as a director he has done it, and the co-actors did a great job. Love the movie and I want to see a superhero movie from you, man. I really wish ഏതെങ്കിലും ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ബ്രോയിൻ്റെ കൂടെ നിന്ന് ബ്രോയിൻ്റെ വിഷന് കറക്റ്റ് രീതിയിൽ കൂടെ നിന്ന് സെറ്റ് ചെയ്ത് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ റിയലി വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് മാൻ ആൻഡ് ഗ്രേറ്റ് മൂവി. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് പറയുക. ആൻഡ് എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ഇതിൽ നിന്നും അധികം ഇഷ്ടപ്പെടാം. സോ ദാറ്റ്സ് ഓൾ അപ് ടു ദി ഓഡിയൻസ്. എന്തായാലും എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് മാത്രമേ ഇവിടെ പറയാൻ പറ്റത്തുള്ളൂ. ഐ ലവ് ദിസ് മൂവി. ഇന്നലെ സിനിമ ഇറങ്ങിയെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും പ്ലീസ് ഡു വാച്ച് ഇറ്റ് ആൻഡ് സപ്പോർട്ട് ന്യൂ ടാലൻസ്.